റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിലേക്ക് ഒരു കാലം വരാൻ അടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ പേരല്ലാതെ വേറൊന്നും ബാക്കി ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് കാലത്തൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് കാലത്ത് ആളുകളിൽ മുസ്ലിമുകൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ദുനിയാവിൽ 50% മുസ്ലിമുകൾക്ക് ദീനോട് താല്പര്യമില്ല. അവർക്ക് നിസ്കാരത്തിനോടോ അല്ലെങ്കിൽ നോമ്പിനോടോ അങ്ങനെയൊന്നുമില്ല. അവർ പാരമ്പര്യമായി ജനിച്ചു വീണ ഒരു മതം, അതിന്റെ പേര് സ്വീകരിച്ചു എന്നല്ലാതെ അവർക്ക് ദുനിയാവിന്റെ ഹാലുകളിൽ ശുഭത്തുകളിലും ഷഹവത്തുകളിലും മുഴുകിക്കൊണ്ട് ഉള്ളിൽ ഇൽഹാദും വെച്ച് ദുനിയാവിന്റെ ആളുകളായി ജീവിക്കുന്ന ഒരു സമൂഹം. പിന്നെ ദീനോട് ബാക്കിയുള്ള ഒരു പകുതിയിൽ ദീനോട് താല്പര്യമുള്ള ആളുകളിൽ മുക്കാഭാഗവും തന്നെ ശിർക്കിന്റെ ആളുകളായി മാറും. ശിർക്കിന്റെയും വിദ്യാർത്ഥിന്റെയും അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സഹായം തരുന്ന, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ അറിവ് നടത്തുന്ന, അവരെ മേലെ നേർച്ച നേരുന്ന അങ്ങനെയുള്ള ആളുകൾ. അതിൽ തന്നെ തൗഹീദ് മനസ്സിലാക്കിയ ആളുകളിൽ ഒരു ബഹുഭൂരിഭാഗം ആളുകൾ സുന്നത്തിനെ നിഷേധിക്കുന്ന, ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളായി മാറും. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകളാണ് ഈ ഈമാനും നിഫാഖൊക്കെ മാറി യഥാർത്ഥ ഈമാൻ കൂടി തെളിയിച്ചു കൊടുക്കേണ്ട ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്ത് ഇസ്ലാമിന്റെ അവസ്ഥയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. വിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ എന്ന കിതാബിലെ അടുത്ത ബാബ് ഇൽമുമായി ബന്ധപ്പെട്ട തലബുൽ ഇൽമും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രാധാന്യങ്ങളുമായിരുന്നു കഴിഞ്ഞ ബാബിൽ നമ്മൾ പറഞ്ഞത്. ഇനി വായിക്കുന്ന ബാബ് ബാബു ഖബ്ലുൽ ഇൽം, ഇൽമിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൽമ് ആളുകളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, ഇല്ലാതാകുന്നതുമായി ബന്ധപ്പെട്ട ബാബാണ് അടുത്തത്. അതിലാദ്യത്തെ ഹദീസ് ഈ കിതാബിലെ 122-ാമത്തെ ഹദീസാണ്. عن أبي الدرداء رضي الله عنه قال أبو الدرداء رضي الله عنه പറഞ്ഞു, كنا مع رسول الله صلى الله عليه وسلم, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമായിരുന്നു. فشخص ببصره إلى السماء, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൃഷ്ടി ആകാശത്തേക്ക് തിരിച്ചു, ആകാശത്തേക്ക് നോക്കി. ثم قال, എന്നിട്ട് പറഞ്ഞു, هذا أوان يختلس فيه العلم من الناس حتى لا يقدروا منه على شيء. റവാഹു തിർമിദി. റസൂലുള്ളാഹി പറയാണ്, ഹാദാ അവാനുൻ, ഇതൊരു സമയമാണ്, യുഖ്തലസു ഫീഹിൽ ഇൽമു മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ഇൽമു കട്ടെടുക്കപ്പെടുന്ന, ഇൽമു ഒഴിവാക്കപ്പെടുന്ന സമയം. ഹത്താ ലാ യഖ്ദിറൂ മിൻഹു അലാ ഷൈഇൻ, അവരിൽ ഒന്നും, അവർക്ക് ഇൽമിൽ ഒന്നിനും കഴിവില്ലാത്ത അവസ്ഥയിലാകുന്നവരെ. ഉദ്ദേശം അതുപോലെ ഒരു സമയം വരാനുണ്ട് എന്നുള്ളത്. നമ്മുടെ സഹോദരങ്ങളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് നിലനിൽക്കണമെങ്കിൽ, അത് നേരാവണ്ണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇൽമും അമലും ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. ഇൽമും ഉണ്ടായിരിക്കണം, ഇൽമുൻ നാഫിഉ ഉണ്ടായിരിക്കണം, അൽ അമലു സ്വാലിഹ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം. ഒന്നില്ലാതെ ഒന്നുണ്ടായാൽ ദീൻ നിലനിൽക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ നിയോഗിച്ചതാണ് ഹുദ കൊണ്ടും ദീനുൽ ഹഖ് കൊണ്ടും. ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമാണ്, ഇൽമു കൊണ്ട് അയച്ചതാണ്. അതുപോലെ തന്നെ ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീൻ, അവിടെ ഉദ്ദേശം അൽ അമലു സാലിഹാണ്. അൽ ഇൽമുൻ നാഫിഉ വേണം, അൽ അമലു സാലിഹ് വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദീനിനെ മുൻകൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒന്നുണ്ടായിട്ട് ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ദീനിൽ പാളിപ്പോകും, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വരാൻ പോകുന്ന ഒരു സമയത്തെ കുറിച്ചിട്ടാണ്, വരാൻ പോകുന്ന ഒരു കാലം. ആ കാലം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഇൽമ് ഇല്ലാതാകുന്ന ഒരു കാലമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് തെളിവായിട്ടുള്ള കാര്യമാണ്. കാരണം വരാൻ പോകുന്ന കാലത്തെ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാലം വരാനുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ഇൽമ്, ദീനിന്റെ ഇൽമ് പഠിക്കുന്ന അല്ലെങ്കിൽ അത് പഠിപ്പിക്കപ്പെടുന്ന, യഥാർത്ഥ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്ന, അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാര്യം വരാനുണ്ട്. ഇതിന്റെ അർത്ഥം ഖുർആനും സുന്നത്തും ഇല്ലാതാവുമെന്നല്ല. എന്നാൽ അതിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമായ ഉലമാക്കൾ ഇല്ലാതാവുകയും ആ ഇൽമിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ ഇല്ലാതാവുകയും ചെയ്യുക എന്നുള്ളതാണ്
അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഹദീസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ഏത് വിഷയത്തിൽ? ഇൽമ് നേടുന്ന വിഷയത്തിൽ. കാരണം ഇൽമ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് ലോകം അവസാനം അടുക്കുന്തോറും സംഭവിക്കുന്നത്. അപ്പൊ നാം ഓരോരുത്തരും യഥാർത്ഥ ഇൽമ്, നാം കഴിഞ്ഞ ദർസുകളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫുകളുടെ ഫഹ്മിന്റെയും അടിസ്ഥാനത്തിൽ ഇൽമ് നേടുകയും അതിൽ ഇത്ഖാനും തമക്കുനും, അതിൽ വളരെയധികം ആഴത്തിൽ പഠിക്കുന്ന ആളുകളായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. അതിലൊരു തസാഹുല്, ഒരു അലസത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അടുത്ത ഹദീസ് വഅൻ സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു ഖാല, സിയാദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ذكر النبي صلى الله عليه وسلم شيئا, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ذاك عند اوان ذهاب العلم, ആ കാര്യങ്ങൾ സംഭവിക്കുക ഇൽമ് നഷ്ടപ്പെടുന്ന കാലത്താണ്, ഇൽമ് ഇല്ലാതാകുന്ന കാലത്താണ് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുക. എന്തെങ്കിലും ഫിത്നയോ അപകടമായിരിക്കും, ആ കാര്യം ഹദീസിൽ കൊടുത്തിട്ടില്ല. ഖുൽതു, അബി സഹാബി സിയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ തദ്ഹബുൽ ഇൽമു, എങ്ങനെയാണ് ഇൽമ് നഷ്ടപ്പെടുക? വനഹ്നു നഖറഉൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ടല്ലോ. വനുഖരിഉഹു അബ്നാഅന, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. വനുഖരിഉഹു അബ്നാഉന അബ്നാഅഹും, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് തലമുറകളായിട്ട് ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഇൽമ് നഷ്ടപ്പെടുക? ഇലാ യൗമിൽ ഖിയാമ, യൗമിൽ ഖിയാമ വരെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖിലത്ക ഉമ്മുക യാ സിയാദ്, അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, നമുക്ക് വിശദീകരിക്കാം. സിയാദെ, നിന്റെ ഉമ്മ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ. ഇൻ കുൻതു ലഅറാക മിൻ അഫ്ഖഹി റജുലിൻ ഫിൽ മദീന, ഞാൻ മനസ്സിലാക്കുന്നത് നീ മദീനയിൽ നല്ല ഫിഖ്ഹുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത്. അവലൈസ ഹാദിഹിൽ യഹൂദു വന്നസാറ യഖറഊന അത്തൗറാത വൽ ഇൻജീൽ ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, നീ കാണുന്നില്ലേ, അല്ലെങ്കിൽ ഈ ജൂത നസാറാക്കളുടെ അവസ്ഥ, അവര് തൗറാത്തും ഇഞ്ചീലും പാരായണം ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ അതിനനുസരിച്ചൊന്നും അവർ കർമ്മം ചെയ്യുന്നില്ല. റവാഹു അഹ്മദ് വഇബ്നു മാജ, അഹ്മദും ഇബ്നു മാജയും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. വളരെ ഗൗരവത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇൽമ് നഷ്ടപ്പെടുന്ന കാലത്തെ കുറെ അപകടങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഫിത്നകൾ പറയാണ്. പ്രധാനമായിട്ടും ഇൽമ് നഷ്ടപ്പെടുക രണ്ട് രീതിയിലാണ്. ഒന്ന്, ഉലമാക്കൾ മരിക്കുന്നതിലൂടെ, അഥവാ ഇൽമിൽ തമക്കുനായിട്ടുള്ള യഥാർത്ഥ ഇൽമിൽ ഉറച്ചു നിൽക്കുന്ന പണ്ഡിതന്മാർ, അവരുടെ മരണത്തിലൂടെ ഇൽമ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. രണ്ടാമത്തേത്, അതിന്റെ അമല് നഷ്ടപ്പെടുന്നതിലൂടെ. ഇൽമുണ്ടാകും, ഇൽമുള്ള ആളുകൾ ഉണ്ടാവും, ഇൽമു പറയുന്ന ആളുകൾ ഉണ്ടാവും, എന്നാൽ ആ ഇൽമു കൊണ്ട് അമല് ചെയ്യുന്നത് നഷ്ടപ്പെടും. ഇൽമു കൊണ്ട് അമല് ചെയ്യുന്നത് നഷ്ടപ്പെട്ടാൽ ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും, ഇൽമിന്റെ വർധനവ് നഷ്ടപ്പെടും, ഒരു കാര്യവുമില്ലാത്ത അവസ്ഥയാവും. ഈ രണ്ട് രീതിയിലാണ് ഇൽമു നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് രീതിയിലാണ് ഇൽമു നഷ്ടപ്പെടുക. ഒന്ന്, ഉലമാക്കളുടെ മരണം. രണ്ട്, ആ ഇൽമു കൊണ്ട് അമല് ചെയ്യുന്നത് ഒഴിവാക്കുമ്പോൾ. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒപ്പം ഉണ്ടായിരിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമു നഷ്ടപ്പെടുന്ന കാലത്താണ്, അല്ലെങ്കിൽ ഇൽമു ഇല്ലാതാകുന്ന കാലത്താണ് ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഈ സ്വഹാബി അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന, അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം, കൈഫ യദ്ഹബുൽ ഇൽം, എങ്ങനെയാണ് റസൂലെ ഇൽമു നഷ്ടപ്പെടുക? വനഹ്നു നഖറഉൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഖുർആന് ഞങ്ങളെ മക്കളെ, വനുഖരിഹു അബ്നാഅന, ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ അന്ത്യനാൾ വരെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇൽമു നഷ്ടപ്പെടുക? സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, ഈ ഖുർആൻ പഠിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ എങ്ങനെയാണ് ഇൽമു നഷ്ടപ്പെടുക? കാരണം സ്വഹാബി വിചാരിച്ചത് എന്താണ്? ഖുർആൻ പാരായണം ചെയ്യലും അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ളാക്കലും അതിലൂടെയാണ് ഇൽമു നിലനിൽക്കുക എന്നുള്ളതാണ്. അത് അമലില്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. അമലില്ലാതെ ഖുർആനിന്റെ പാരായണമോ ഹിഫ്ളോ ഒരു ഉപകാരവും നമുക്ക് ചെയ്യുകയില്ല. കാരണം ഖുർആൻ ഇറങ്ങിയത് അമല് ചെയ്യാനാണ്. അതല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെ മാത്രമേ നമുക്ക് ആവാൻ സാധിക്കുകയുള്ളൂ.
അപ്പൊ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും, അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ലഭിക്കില്ല. അതൊക്കെ അങ്ങനെയാണ് ഇൽമ് നഷ്ടപ്പെടുക. അപ്പൊ ഈ സഹാബി ചോദിക്കുന്നതും ആ കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇൽമ് നഷ്ടപ്പെടുക? ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചറിയിക്കുന്നത് അവിടെയുള്ള അഹ്ലുൽ കിതാബുകാരുടെയാണ്. മുൻപ് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. ജൂത നസാറാക്കളെ കുറിച്ച് റസൂലുള്ള പറയാ. റസൂലുള്ള ആരംഭിച്ചത് തന്നെ സകിലത്ക ഉമ്മുക യാ സിയാദ്, സകിലത്ക ഉമ്മുക്. ഇതൊരു അറബി ഭാഷയിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ സകല എന്ന് പറഞ്ഞാൽ അർത്ഥം നഷ്ടപ്പെടുക എന്നുള്ളത്. ഇതിന്റെ വാക്കർത്ഥം പറയുകയാണെങ്കിൽ നിന്റെ ഉമ്മ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് അറബികൾ ഉപയോഗിക്കുന്ന ഗൗരവമേറിയ ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുമ്പോൾ, കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെ വേറെയും ചില വാക്കുകൾ അറബിയിൽ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആ വാക്ക് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം, ഇൻ കുൻതു ലഅറാക മിൻ അഫ്ഖഹി റജുലിൻ ഫിൽ മദീന, മദീനയിലെ നല്ല ഫിഖ്ഹുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുന്ന ഒരാളായിട്ടാണ് നിന്നെ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, അവലൈസ ഹാദിഹിൽ യഹൂദ് വൻ നസാറ, ഈ ജൂത നസാറാക്കൾ, അന്ന് മദീനത്ത് ജൂത നസാറാക്കൾ യഖറഊന തൗറാത വൽ ഇൻജീൽ, അവർ തൗറാത്ത്, അവരൊക്കെ ഇറങ്ങിയ ഇൻജീൽ, ഈ കിതാബുകൾ അവർ പാരായണം ചെയ്യുന്നുണ്ട്. ലാ യഅമലൂന ബിശൈഇൻ മിമ്മാ ഫീഹിമാ, എന്നാൽ അതിലുള്ളത് പോലെ ആ കാര്യങ്ങൾ കൊണ്ട് അവർ എന്ത് ചെയ്തില്ല? അമല് ചെയ്തില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് ഇൽമ് നഷ്ടപ്പെടുത്തു പോയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആനിന്റെ കേവലം നാവ് കൊണ്ടുള്ള പാരായണമോ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കി വെക്കുകയോ എന്നുള്ളത് മാത്രമാകരുത് ഖുർആൻ കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യം. ഖുർആൻ കൊണ്ട് നമ്മുടെ ലക്ഷ്യം ഹിഫ്ള് ആവശ്യമാണ്, പാരായണം ആവശ്യമാണ് വേറെ തരത്തിൽ. എന്നാൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ആ ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അമല് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ഉലമാക്കൾ എപ്പോഴും പറയുന്ന ഈ വിഷയം, ഇൽമ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ. ഒന്ന്, ഉലമാക്കൾ മരണപ്പെടും, ഇൽമ് നേടിയിട്ടുള്ള ഉലമാക്കൾ മരണപ്പെടും. അപ്പൊ ജുഹാലുകൾ, ജാഹിലീങ്ങൾ ഉലമാക്കളുടെ മുതആലിമീങ്ങളായിട്ട് ഇൽമുള്ളവരായി നടിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് വരും. അങ്ങനെ അവർ തെറ്റായ ഫത്വകൾ നൽകും, ആളുകൾ പിഴച്ചു പോകും. ആളുകൾ ഇൽമില്ലാത്ത അവസ്ഥയിൽ ജഹ്ലിലായി കൊണ്ടിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അസർ നമ്മൾ വായിച്ചിട്ടുണ്ട് മുമ്പേ, ഇദാ കസുറ ഖുറാഉകും വഖല്ല ഫുഖഹാഉകും, നിങ്ങളിൽ ഈ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾ അവർ വർദ്ധിക്കുകയും ഫിഖ്ഹുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ കുറയുകയും ചെയ്യുന്ന അവസ്ഥ. രണ്ടാമത്തേത് ഫഖദുൽ അമലി ബിഹി, അമല് നഷ്ടപ്പെടുക എന്നുള്ളത്. അത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരു ഇൽമ് നമുക്ക് കിട്ടിയാൽ നമ്മൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള പരിശ്രമമാണ് പിന്നെ വേണ്ടത്. ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഇൽമിന്റെ ആളുകളായിട്ട് മുന്നോട്ട് വരും, പക്ഷെ അവർ അമല് ചെയ്യുന്നതിൽ വളരെ പുറകോട്ടായിരിക്കും. അവർ ഇൽമി ഹിഫ്ളുള്ളവരായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഒരിക്കലും ഉപകാരപ്പെടില്ല. അത് റിയാവോ സുമഅത്തോ ആയിട്ട് ആളുകളുടെ മുമ്പിൽ ഇൽമുള്ളവനായി കാണിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇൽമ് ഉപകരിക്കണമെങ്കിൽ, ഇൽമ് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, അതിൽ ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ അതനുസരിച്ചുള്ള അമല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അടുത്ത ഹദീസ് 124-ാമത്തെ ഹദീസ് ഒരു അസറാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക്കും ബിൽ ഇൽമി ഖബ്ല അൻ യുഖ്ബല, നിങ്ങൾ ഇൽമിനെ മുറുകെ പിടിക്കുക, ഇൽമ് നേടുക, അത് എടുക്കപ്പെടുന്നതിന് മുമ്പ്. വഖബ്ദുഹു ദഹാബു അഹ്ലിഹി, ഇൽമ് എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾ ഇല്ലാതാവലാണ്, അഥവാ ഉലമാക്കുള്ള നഷ്ടമാണ്. അലൈക്കും ബിൽ ഇൽം, നിങ്ങൾ ഇൽമ് നേടുക. ഫഇന്ന അഹദകും ലാ യദ്രി മതാ യുഫ്തഖറു ഇലൈഹി, നിങ്ങൾക്ക് ഒരാൾക്കും അറിയില്ല എപ്പോഴാണ് നിങ്ങൾ അതിലേക്ക് ഇൽമിലേക്ക് ആവശ്യക്കാരാവുക എന്ന്. ഔ യുഫ്തഖറു ഇലാ മാ ഇൻദഹു, അല്ലെങ്കിൽ ആ ഇൽമുള്ള ആളുകളിലേക്ക് ആവശ്യക്കാരാവുക എന്നത്. വസതജിദൂന അഖ്വാമൻ യസ്ഉമൂന അന്നഹും യദ്ഊന ഇലാ കിതാബില്ലാഹ്, നിങ്ങൾ കണ്ടെത്തും ഒരു ജനതയെ, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലേക്കാണ് ക്ഷണിക്കുന്നത്. വഖദ് നബദൂഹു വറാഅ വുഹൂരിഹിം, എന്നാൽ അവരവരുടെ പിന്നിൽ അതിനെ വിട്ടേച്ചു പോയിട്ടുണ്ടാവും. അലൈക്കും ബിൽ ഇൽം, നിങ്ങൾ ഇൽമ് നേടുക. വയ്യാകും വൽ ബിദ്അ, ബിദ്അത്തിനെ സൂക്ഷിക്കുക. വതനത്തുഅ വതഅമ്മുഖ, അതിര് കവിയുന്നതിനെയും തകല്ലുഫ്, ഓരോ ആവശ്യമില്ലാതെ ഇല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന ആ രീതിയിലെയും നിങ്ങൾ സൂക്ഷിക്കുക. വഅലൈക്കും ബിൽ അതീഖ്, പുരാതനമായതിലേക്ക് നിങ്ങൾ പിടിക്കുക, പുരാതനമായത് നിങ്ങൾ സ്വീകരിക്കുക, അഥവാ സലഫുകളുടെ സഹാബാക്കളിൽ നിന്ന് ദീന സ്വീകരിക്കുക. റവാഹു ദാരിമി, ദാരിമി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപും
പല ഗൗരവമേറിയിട്ടുള്ള ഖൗലുകൾ ഇൽമു നേടുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റു പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഇൽമുള്ള സ്വഹാബി ആയിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, നിങ്ങൾ ഇൽമു നേടുക ഇൽമു എടുക്കപ്പെടുന്നതിന് മുമ്പ്. ഇൽമു പിടിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ ഇൽമു നേടുക. വഖബ്ദുഹു ദഹാബു അഹ്ലിഹി. ഇൽമു എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾ ഇല്ലാതാവലാണ്, ഉലമാക്കൾ മരിക്കലാണ്. ഒരു ആലിമ് മരിക്കുമ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് വെച്ചാൽ ആ ആലിം വായിച്ചിട്ടുള്ള കിതാബുകൾ, അദ്ദേഹത്തിന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഫഹ്മുകൾ, അതാണ് നഷ്ടപ്പെടുന്നത്. നമ്മളത് ആലോചിച്ചേക്ക്. 1400 വർഷമായിട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്. ഖുർആനും ഹദീസും സഹാബാക്കളുടെ ഫഹ്മും മാത്രമാണ് അവരുടെ മുമ്പിൽ പ്രമാണമായിട്ടുള്ളത്. അതിൽ നിന്ന് അവരെഴുതിയ കിതാബുകൾ എത്രകളാണ്? ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കിതാബുകൾ ഓരോ വിഷയത്തിലും. തഫ്സീറുകൾ എത്രണ്ണമുണ്ട്, അതുപോലെ ഹദീസ് കിതാബുകൾ എത്രണ്ണമുണ്ട്, അതിന്റെ വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ ഓരോ ഫന്നിൽ ഓരോ വിഷയങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉലമാക്കൾ കിതാബ് എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. അപ്പൊ അങ്ങനെ പണ്ഡിതന്മാർ അവരുടെ ഫഹ്മും അവരുടെ കഴിവും അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള പരിശ്രമവും പഠനവും മൂലം അവരെഴുതിയിട്ടുള്ള കിതാബുകൾ. അപ്പൊ ഒരു ആലിമ് നഷ്ടപ്പെടുമ്പോ ആ ആലിം നേടിയ ഇൽമ് നമുക്ക് ആ ഇൽമിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുക. അദ്ദേഹം നേടി ഇത്ര വർഷം അദ്ദേഹം വായിച്ചിട്ടുള്ള കിതാബുകളും അദ്ദേഹം നേടിയിട്ടുള്ള ഇൽമും നമുക്ക് നഷ്ടപ്പെടുക. അതാണ് ഇൽമിന്റെ നഷ്ടം. അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഇൽമു നേടുക. എന്നിട്ട് പറഞ്ഞു, ഒരു സമൂഹം വരും. ആ സമൂഹം അവര് പറയുക, ഞങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലേക്കാണ് ക്ഷണിക്കുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലേക്കാണ് ക്ഷണിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരവരുടെ കിതാബുകൾ, അള്ളാഹുവിന്റെ കിതാബിനെ അവർ പിന്നിലിട്ടുണ്ടാവും. ഉദ്ദേശം കിതാബുമായി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് ചേർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവരിൽ നിന്നുണ്ടാവുക, പിൽക്കാലക്കാരായി വരുന്ന ആളുകളിൽ നിന്നുണ്ടാവുക. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വയ്യാകും വൽ ബിദ്അ വതനത്തുഅ വതഅമ്മുഖ. ബിദ്അത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക, അതുപോലെ തന്നെ കർമ്മങ്ങൾ യഥാർത്ഥ രീതിയിലല്ലാതെ ചെയ്യുന്നത്, അതുപോലെ തന്നെ കർമ്മങ്ങളിൽ അതിര് കവിയുന്നത്, അതെല്ലാം സൂക്ഷിക്കുക. വഅലൈക്കും ബിൽ അതീഖ്. പുരാതനമായിട്ടുള്ള സ്വഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, സലഫുകളുടെ മുൻഗാമികളുടെ ലോകാവസാനം വരെ ഒരാൾക്ക് ദീനിൽ മുന്നിലെത്തണമെങ്കിൽ, ദീനിൽ യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്വഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് സ്വീകരിക്കുക. സ്വഹാബാക്കൾ എങ്ങനെ കർമ്മം ചെയ്തുവോ അതുപോലെ കർമ്മം ചെയ്യുക. അത് മാത്രമാണ് മാർഗമുള്ളത്. അതാണ് ശരി, അതാണ് യാഥാർത്ഥ്യം. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ഒരു കിതാബ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഫളു ഇൽമി സലഫ് അലാ ഇൽമിൽ ഖലഫ്. മുൻഗാമികളുടെ ഇൽമിന്റെ ശ്രേഷ്ഠത പിൻഗാമികളുടെ ഇൽമിൽ നിന്നേക്കാൾ. മുൻഗാമികളുടെ ഇൽമ എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരം കുറവായിരുന്നു, പക്ഷെ അതിൽ നിന്നുള്ള ഫായിദകൾ വളരെ കൂടുതലായിരുന്നു. പിൻഗാമികൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു, ഫായിദകൾ വളരെ കുറവുമായിരുന്നു. ഇന്ന് കാലത്ത് പല ആളുകളെയും കാണാൻ സാധിക്കും, മുൻഗാമികളിലാണ് ഇൽമ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഇൽമല്ല അവരുടെ അടുക്കലുള്ളത്. ഇന്നത്തെ ആളുകൾ അഥവാ പിൻഗാമികളായി വന്നിട്ടുള്ള ആളുകളിലാണ് കൂടുതൽ ഇൽമും കൂടുതൽ ഹിക്മത്തുമുള്ളത്. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്, അവരിൽ നിന്നാണ് കൂടുതൽ എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഒരിക്കലും അത് ശരിയല്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും ഇൽമുള്ളവർ സ്വഹാബാക്കളാണ്. ആ സ്വഹാബാക്കളിൽ നിന്ന് ഇൽമു സ്വീകരിച്ച താബിഈങ്ങളാണ്, അത് കഴിഞ്ഞിട്ടുള്ള തബഉ താബിഈങ്ങളാണ്. അപ്പൊ ദീനിന്റെ ഒരു മസ്അല നമുക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, അഥവാ അസ്ലിയായിട്ടുള്ള കാര്യങ്ങൾ, പറയായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതായത് ഈ കാലഘട്ടത്തിലുള്ള ചില മസ്അലകൾ ഉണ്ടാവും. നമ്മുടെ വാഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ, അല്ലെങ്കിൽ ഇന്റർനെറ്റ്, അതുപോലെ കാലഘട്ടവുമായി മാറിയിട്ടുള്ള, അതിലും നമുക്ക് ഖിയാസുമൊക്കെ എല്ലാം കൊണ്ട് ഉലമാക്കൾ ഇജ്മാകൾ ലഭിക്കും. അതല്ലാത്ത അസ്ലിയായിട്ടുള്ള, ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുകയുള്ളൂ. അപ്പൊ വേറെ ചില ആളുകൾ, പിൽക്കാലക്കാരായിട്ട് ആളുകൾ പറയുന്നു, അല്ല, മരിച്ചുപോയ സ്വാലിഹ്യങ്ങളോട് ഇസ്തിഗാസ നടത്താം, അവരോട് സഹായം ചോദിക്കാം, അല്ലെങ്കിൽ അവർ വഴി അള്ളാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കാം. അല്ലെങ്കിൽ ഒരു കർമ്മം, ആ കർമ്മം അല്ലെങ്കിൽ ഒരു നബിദിനം ആഘോഷിക്കുന്ന റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ റജബിൽ ഒരു പ്രത്യേകമായ നോമ്പ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകമായ നമസ്കാരം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഇത് അസ്ലിയായിട്ടുള്ള ഇബാദത്ത് മാത്രമാകുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അത് ദീനിലുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉത്തമരായ സമൂഹം, സഹാബാക്കൾ,
അവര് ഇത് ചെയ്തിട്ടുണ്ടോ, അവരിതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അവരിതെങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അല്ലാതെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പാലിച്ചിരിക്കണം. അപ്പോൾ പിൽക്കാലക്കാരായിട്ടുള്ള ഈ വായവീങ്ങൾ അധികമായി സംസാരിക്കുകയും ഫായിദകൾ കുറവുമായിട്ടുള്ള ആളുകൾ, ദീനിനെ പല രീതിയിൽ തോന്നിയതുപോലെ വളച്ചൊടിച്ച ആളുകൾ, അതല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നാം എപ്പോഴും പിന്തുടരേണ്ടതും നാം എടുക്കേണ്ടതും സഹാബാക്കളും മുൻഗാമികളായ സലഫു സാലിഹ്യങ്ങളും മനസ്സിലാക്കിയതുപോലെയാണ്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ റിവായത്തിലൂടെ, ഈ അസറിലൂടെ പറയുന്നത്. അടുത്തൊരു ഹദീസ് ഈ കിതാബിലെ 125-ാമത്തെ ഹദീസാണ്. വഫി സഹീഹൈൻ അൻ ഇബ്നു അംർ മർഫൂഅൻ, ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് إن الله لا يقبض العلم انتزاعا ينتزعه من العباد. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്ന് ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ ഇൽമ് എടുക്കുകയില്ല. വലാകിൻ പക്ഷേ യഖ്ബിദുൽ ഇൽമ ബിമൗതിൽ ഉലമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് എടുക്കുന്നത് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. അഥവാ ജനങ്ങളിൽ നിന്ന് ഇൽമിനെ ഉയർത്തുന്നത് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, അങ്ങനെ ഒരു ആലിമും ബാക്കിയില്ലാത്ത ഒരു അവസ്ഥ വരും. ഇത്തഖദ അന്നാസു റൂസൻ ജുഹാല, അങ്ങനെ ജനങ്ങൾ ജാഹിലീങ്ങളെ നേതാക്കളായി സ്വീകരിക്കും. ഫസുഇലു, അവരോട് ചോദിക്കും. ഫഅഫ്തൗ, അവരോട് ഫത്വ തേടും. ബിഗൈരി ഇൽമി, അഫ്വൻ ഫസുഇലു, അവരോട് ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അവരൊരു ഇൽമുമില്ലാതെ ഫത്വ നൽകുകയും ചെയ്യും. ഫദല്ലു വഅദല്ലു, അവര് പിഴക്കുകയും ചെയ്യും, അവര് ബാക്കിയുള്ള ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യും. ഇന്ന് കാലത്ത് ഓരോ മുസ്ലിമും വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട, വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത് ഏതെങ്കിലും ഹദീസുകളെ ഉയർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഖുർആനിനെ ഇല്ലാതാക്കിക്കൊണ്ടോ അല്ല, ഇൽമിനെ ജനങ്ങളിൽ നിന്ന് എടുക്കുക കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടുള്ള ഉദ്ദേശം ഉലമാക്കളുടെ മരണമാണ്. ഇൽമ് നേടിയിട്ടുള്ള ഉലമാക്കളുടെ മരണമാണ്. അവർ നേടിയിട്ടുള്ള യഥാർത്ഥ ഇൽമ് അതിലൂടെ ഇല്ലാതാവുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു അവസ്ഥ ഉണ്ടാകും. ഏതുവരെ? ഒരു ആലിമും ബാക്കിയില്ലാത്തൊരവസ്ഥ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന. ആലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ രീതിയിൽ ഇൽമു മനസ്സിലാക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഉലമാക്കൾ ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യും? ഇത്തഖദ അന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ മുതആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൽമുണ്ട് എന്ന് അഭിനയിച്ച് നടക്കുന്ന ആളുകളെ അവരുടെ നേതാക്കളായിട്ട് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഫസുഇലു, അവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിക്കും. അവർക്ക് എന്തെങ്കിലും ഫത്വ ആവശ്യം വരുമ്പോൾ അവർ ചോദിക്കും, അവർ ഫത്വ നൽകുകയും ചെയ്യും. ബിഗൈരി ഇൽമിൻ, ഇൽമിന്റെ അടിസ്ഥാനത്തിലാവൂല. ഖുർആനിന്റെയോ ഹദീസിന്റെയോ സ്വഹാബാക്കളുടെ ഫഹ്മിന്റെയോ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല അവർ മറുപടി പറയുക. ഫവല്ലു, ഈ പറയുന്ന ആളുകൾ പഴച്ചിട്ടുണ്ടാവും. വഅദല്ലു, അത് കേട്ട് അമല് ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളും പഴച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കഴിഞ്ഞ മുമ്പ് പറഞ്ഞ അതേ അസറിന്റെ അർത്ഥത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഗൗരവത്തിൽ ഇന്ന് കാലത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കാലത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ എന്താണ്? അവർ എത്രത്തോളമാണ് ജനങ്ങളെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും കൊണ്ടുപോകുന്നത്? എത്രത്തോളം അപകടം പിടിച്ച വാദങ്ങളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നത്? ഖബറിനെയും വൃക്ഷത്തെയും കല്ലിനെയും പോലും ആരാധിക്കുന്ന മുസ്ലിമീങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹുൽ ആഫിയ. അവർ ഇതുപോലുള്ള ഏതെങ്കിലും മരത്തിൽ എന്തെങ്കിലും കയറ് കെട്ടി കഴിഞ്ഞാൽ എന്റെ കാര്യം നടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിന്റെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്റെ കാര്യം നടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖബറിത്തെ മണ്ണെടുത്ത് തിന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം നടക്കും. ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇത് ദീനല്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. ഇൽമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇൽമിന്റെ ആളുകളായിട്ടുള്ള ഉലമാക്കളായിട്ടുള്ള അതിന് സംഘമായിരിക്കുന്ന ആളുകൾ, ഈ ആളുകളാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് ദീൻ എന്ന് പറഞ്ഞത്, ഇതാണ് ദീൻ എന്ന് പറഞ്ഞ് അവര് പഴച്ചു, ജനങ്ങളെ പഴപ്പിക്കുകയും ചെയ്യും. എത്ര വലിയ അപകടമാണ് യഥാർത്ഥ ഇൽമ് നഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും
ഗൗരവത്തിൽ യഥാർത്ഥ ഇൽമ് സ്വഹാബാക്കളുടെ ഫഹ്മനുസരിച്ചിട്ടുള്ള സലഫു സ്വാലിഹ്യങ്ങളുടെ ഫഹ്മനുസരിച്ചിട്ടുള്ള ഇൽമ് നേടാനും അതിനെ കാത്തു സൂക്ഷിക്കാനും നമ്മൾ അതിയായ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ് അടുത്തത്. വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷികു അൻ യഅതിയ അലൻ നാസി സമാനുൻ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ജനങ്ങളിലേക്ക് ഒരു കാലം വരാനായിട്ടുണ്ട്. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ജനങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ പേരല്ലാതെ വേറൊന്നും ബാക്കിയുണ്ടാവൂല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിന്റെ എഴുത്തുകളല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാവൂല. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബു മിനൽ ഹുദ. മസ്ജിദുകൾ ഉണ്ടാകും, കെട്ടിപ്പടുത്ത് മേൽനോട്ടം വഹിക്കുന്ന മസ്ജിദുകൾ ഉണ്ടാവും. പക്ഷേ നേർമാർഗത്തിൽ നിന്ന് പഴകിയതായിരിക്കും. നേർമാർഗം അവിടെ ഉണ്ടാവൂല, ലഭിക്കൂല. ഉലമാഉഹും, അവരുടെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ശർറും മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന് കീഴിൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളായിരിക്കും. മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന, അവരിൽ നിന്നാണ് ഫിത്ന പുറപ്പെടുക. വഫീഹിം തഊദ്, അവരിലേക്ക് അത് മടങ്ങുകയും ചെയ്യും. റവാഹുൽ ബൈഹഖി ഫി ശുഅബിൽ ഈമാൻ, ശുഅബിൽ ഈമാനിൽ ബൈഹഖി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിലുള്ള ചില വാക്കുകളാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷികു അൻ യഅതി അലൻ നാസി സമാനുൻ, ജനങ്ങളിലേക്ക് ഒരു കാലം വരാൻ അടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ജനങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ പേരല്ലാതെ വേറൊന്നും ബാക്കിയുണ്ടാവൂല. ഇസ്ലാം എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ്, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ. ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിട്ടാണ്. അതുപോലെ തന്നെ ഇസ്ലാം അപരിചിതമാകുന്ന, ആളുകൾക്ക് പരിചയമില്ലാത്തൊരു ദീനായിട്ട് മാറുന്ന, ആളുകളെ അത്ഭുതത്തോടുകൂടി നോക്കുന്ന കുറച്ച് ആളുകളായി മാറുന്ന ഒരു കാലം വരാനുണ്ട് താനും. അപ്പൊ ഈ ഹദീസിൽ റസൂലുള്ളാഹി പറയാണ്, ഇസ്ലാം എന്ന പേരല്ലാതെ ബാക്കിയൊന്നും ബാക്കിയുണ്ടാവില്ല. നമ്മൾ ഇന്ന് കാലത്തൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് കാലത്ത് ആളുകളിൽ മുസ്ലിമീങ്ങളെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ദുനിയാവിൽ ഒരു 50% മുസ്ലിമീങ്ങൾക്ക് ദീനോട് താല്പര്യമില്ല. അവർക്ക് നിസ്കാരത്തിനോടോ അല്ലെങ്കിൽ നോമ്പിനോടോ അങ്ങനെയൊന്നുമില്ല. അവര് പാരമ്പര്യമായി ജനിച്ചു വീണ ഒരു മതം, അതിന്റെ പേര് സ്വീകരിച്ചു എന്നല്ലാതെ അവർക്ക് ദുനിയാവിന്റെ ഹാലുകളിൽ, ശുഭത്തുകളിലും ഷഹ്വത്തുകളിലും ഒഴുകിക്കൊണ്ട് ഉള്ളിൽ ഇൽഹാദും വെച്ച് ദുനിയാവിന്റെ ആളുകളായി ജീവിക്കുന്ന ഒരു സമൂഹം. പിന്നെ ദീനോട് ബാക്കിയുള്ള ഒരു പകുതിയിൽ ദീനിനോട് താല്പര്യമുള്ള ആളുകളിൽ മുക്കാഭാഗവും തന്നെ ഷിർക്കിന്റെ ആളുകളായി മാറുന്നു. ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അറിവ് നടത്തുന്ന, അവരുടെ മേലെ നേർച്ച നേരുന്ന അങ്ങനെയുള്ള ആളുകൾ. അതിൽ തന്നെ തൗഹീദ് മനസ്സിലാക്കിയ ആളുകളിൽ ഒരു ബഹുഭൂരിഭാഗം ആളുകൾ സുന്നത്തിനെ നിഷേധിക്കുന്ന, ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളായി മാറുന്നു. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകൾ വേണം ഈ ഈമാനും നിഫാഖൊക്കെ മാറി യഥാർത്ഥ ഈമാൻ കൂടി തെളിയിച്ചു കൊടുക്കേണ്ട ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്ത് ഇസ്ലാമിന്റെ അവസ്ഥയാണത്. മുൻപ് കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ സലഫുകളുടെ കാലത്തൊക്കെ രാജാക്കന്മാരാണെങ്കിലും അതുപോലെ സമ്പന്നരാണെങ്കിലും അവർക്ക് ഇസ്ലാമിനോടൊരു വില ഉണ്ടായിരുന്നു. വലിയ രാജാക്കന്മാരായിരിക്കും, പക്ഷെ ഹജ്ജിന്റെ മസ്അല അറിയാൻ വേണ്ടിയിട്ട്, ഹജ്ജിന്റെ മനാസിക് അറിയാൻ വേണ്ടിയിട്ട് അടിമകളായിട്ടുള്ള ആളുകളുടെ കൂരയിൽ പോയിട്ട് ഇൽമു നേടാൻ പോകും. ഇന്നിപ്പോ ഒരാൾക്ക് അങ്ങനെ ഇൽമു നേടാൻ പോകണത് ആവശ്യം വന്നത് ഹജ്ജൊന്നും ചെയ്യണ്ട, അത്രേ ഉള്ളൂ. നിസ്കാരം അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, അതങ്ങനെ ആവശ്യമല്ല, നിസ്കാരത്തിലല്ല ദീന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ദീനിനോട് ഒരു താല്പര്യമില്ലാത്ത ആളുകളാണ് ഭൂരിഭാഗം. ഇസ്ലാം പേര് മാത്രം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ മുസ്ലിമീങ്ങളായ ആളുകളുടെ മക്കൾ, പെൺകുട്ടികൾ പടക്കുന്ന സ്ഥാപനങ്ങൾ കാൽമുട്ട് വരെ മാത്രം ഇറക്കമുള്ള വസ്ത്രം ധരിച്ച് തലയിൽ തലമറക്കേണ്ട ആവശ്യമില്ല, കൈകൾ ശരീരം കാണിക്കുന്ന അവസ്ഥയില്ല. അവര് മുസ്ലിം പേരാണ്, എന്നാൽ അവർ പഠിക്കുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല. ദീനിന്റെ ഒരു ശിആറുകളോടും ദീനിന്റെ ഹലാലുകളോടോ ഹറാമുകളോടോ ഒന്നും വിധിവിലക്കുകളൊന്നും പാലിക്കാത്ത, ഇപ്പൊ തന്റെ വരുമാനത്തിൽ പലിശയുമായി ഇടപെടേണ്ടി വന്നാൽ പലിശ ഹറാമാണെന്ന് പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല. ഇസ്ലാം എന്നുള്ളത് വെറും പേര് മാത്രം. ഇസ്ലാം എഴുതുമ്പോ ഇസ്ലാം, ഏതാ റിലീജിയൻ ഇസ്ലാം, മതം ഇസ്ലാം, പേര് മുസ്ലിം, ഈ പേര് കൊടുക്കാൻ വേണ്ടി മാത്രം മാറുന്ന കാലം ഇന്ന് നമുക്ക് കാണാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ്
പറഞ്ഞ ഹദീസാണത്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കട്ടെ. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു വിഭാഗം, ഇസ്ലാമിന് കുറച്ച് ദീനോട് താല്പര്യമുണ്ട് പറഞ്ഞത്, അവരാണ് ഈ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല, ഹദീസിൽ വന്നിട്ടുണ്ടോന്ന് അറിയില്ല, ഇത് ശരിയാണോ എന്ന് അറിയില്ല. അവര് എന്താ ചെയ്യുക, എന്ത് കർമ്മങ്ങൾ വേണമെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്യുക, ആരെ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം, ആ രീതിയിൽ പോകുന്ന സമൂഹം. അതും ഇസ്ലാമുമായി ബന്ധമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അതും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ആ രീതിയിൽ ഇസ്ലാം മാറുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാലത്ത് നമുക്കത് കാണാനുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ തലമുറകളെയും മുസ്ലിമീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു, വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിൽ അതിന്റെ വാചകങ്ങൾ, അതിന്റെ എഴുത്തല്ലാതെ മറ്റൊന്നും ബാക്കിയാവുകയില്ല. ഖുർആനിൽ അതിന്റെ എഴുത്തല്ലാതെ മറ്റൊന്നും ബാക്കിയാവുകയില്ല എന്നുള്ളത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഖുർആൻ ഉണ്ടാകും. എത്ര ഖുർആനുകൾ ലഭിക്കാനുണ്ട്, എത്ര ഖുർആനുകൾ ലഭിക്കാനുണ്ട്. അത് ഹെഫ്ളുള്ളവരുണ്ടാവും, അത് പാരായണം ചെയ്യുന്നവരുണ്ടാവും, അത് നല്ല രീതിയിൽ പാരായണം ചെയ്യുന്നവർ എത്ര ആളുകളുണ്ട്. നല്ല ഖാരിയങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പാരായണം ചെയ്യും. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പാരായണം ചെയ്തു, അല്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പാരായണം ചെയ്യും. അവരുടെ നമസ്കാരം കഴിഞ്ഞാൽ അവർ പോയിട്ട് ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് ഏതെങ്കിലും മരണപ്പെട്ട ആളുകളുടെ മുമ്പിൽ പോയിട്ട് ഇസ്തിഗാസ തേടുന്ന, അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ മേലെ ഇബാദത്തിന്റെ അംശങ്ങൾ വെച്ചു കൊടുക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഇത് പാരായണം ചെയ്യുന്നത് തന്നെ ശിർക്കിന്റെ ഇനങ്ങൾ ശരീരത്തിൽ, അല്ലെങ്കിൽ ഏലസോ ഉറുക്കോ അല്ലെങ്കിൽ കൽബിൽ ഈ ചിന്തയും വെച്ചിട്ട് മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഉദ്ദേശം. ഖുർആനിന്റെ എഴുത്തല്ലാതെ ഖുർആൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇറങ്ങിയത് അതുണ്ടാവൂല. ഖുർആൻ എന്ത് പറഞ്ഞുകൊണ്ടാണോ ഇറങ്ങിയത് അത് ആളുകളിൽ ഉണ്ടാവൂല. അതുകൊണ്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവൂല. അത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുകയില്ല, അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയുമില്ല. അവർ മുസാഫുകൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവും, അവർ പാരായണം ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് യാതൊരു ഫായിദയും നേടാത്ത ആളുകളായിട്ട്, ഫിഖ്ഹില്ലാത്ത അമലില്ലാത്ത ആളുകളായിട്ട് മാറുന്നൊരവസ്ഥ. നമ്മൾ ഒരിക്കലും അങ്ങനെയാണ്, നമ്മൾ ഖുർആൻ പഠിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ആവരുത്. ഖുർആൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിന്റെ സമറത്ത്, ഇൽമിന്റെ സമറത്ത് നമ്മുടെ പുറത്ത് കാണണം. ഇൽമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമലാണ് ഗായത്ത്, ലക്ഷ്യം. ഇൽമ എന്ന് പറഞ്ഞാൽ വസീലയാണ്. ഗായത്തില്ലാതെ ലക്ഷ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇൽമ കൊണ്ട് എന്ത് കാര്യമുള്ളത്, വസീല കൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പൊ നമ്മുടെ ഖൽബിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അതിന്റെ ഓരോ ആയത്തുകളുടെയും കർമ്മം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഖുർആനെ നിലനിർത്തുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു കാലവും വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബു മിനൽ ഹുദ. മസ്ജിദുകൾ ഉണ്ടാകും, അതിനെ മേൽനോട്ടം വഹിക്കാൻ ആളുകൾ ഉണ്ടാവും. കെട്ടിപ്പടുത്ത നല്ല സൗന്ദര്യത്തോടു കൂടി കെട്ടിപ്പടുത്ത അലങ്കരിച്ച മസ്ജിദുകൾ ഉണ്ടാവും. ഖറാബു മിനൽ ഹുദ, എന്നാൽ അവിടെ ഹുദ ലഭിക്കില്ല. അവിടുന്ന് നേരായ മാർഗമോ നേരായ ദീനോ നേരായ തൗഹീദോ സുന്നത്തോ അവിടെ ഉണ്ടാവൂല. അതിന്റെ വിഷയത്തിൽ അത് പഴകിയതായിരിക്കും. അത് നമുക്ക് അവിടുന്ന് ലഭിക്കാൻ സാധിക്കില്ല. ഇന്ന് എത്ര മസ്ജിദുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ നിലകളോളം കെട്ടിപ്പൊന്തിച്ചിട്ടുള്ള, അലങ്കരിച്ചിട്ടും മതിയാവാത്ത, പണി നടന്നുകൊണ്ടും തീരാത്ത അത്രയും സൗന്ദര്യത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ള മസ്ജിദുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ മസ്ജിദുകളിൽ നിന്ന് എന്തിനാണോ ഇസ്ലാം നിലകൊള്ളുന്നത്, എന്തിനാണോ മസ്ജിദുകൾ പണിതത്, ആ ലക്ഷ്യം കിട്ടാത്ത ആളുകൾ, അതിന്റെ മേൽനോട്ടം വഹിക്കാൻ ആളുകൾ ഉണ്ടാവും. ദീനോട് കൂറില്ലാത്ത, പലിശയിൽ മുങ്ങിക്കുളിച്ച ആളുകൾ, അല്ലെങ്കിൽ ഹറാമുകളിൽ മുങ്ങിക്കുളിച്ച ആളുകൾ അതിന്റെ നേതൃനിരയിൽ ഉണ്ടാകും. അല്ലാഹു തആല എത്രയോ ആയത്തുകൾ പറഞ്ഞു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാത വആതസ് സകാത വലം യഖ്ശ ഇല്ലല്ലാഹ്. മസ്ജിദുകളുടെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാത്തവരാണ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. മറ്റൊരു ആയത്ത് നമുക്ക് കാണാം, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാൽ. അള്ളാഹുവിന്റെ പ്രകാശം നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രകാശം എവിടെയാണ് ഉണ്ടാവുക എന്ന് പറയുന്ന ചില ഭവനങ്ങളിലാണത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ ദിക്ർ മുഴങ്ങുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഭവനങ്ങൾ. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, റിജാലുൻ, അവിടെ ചില പുരുഷന്മാരുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ, അവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള
ദിക്റിൽ നിന്ന്, അതുപോലെ തന്നെ നമസ്കാരം നിർവഹിക്കുന്ന സക്കാത്ത് നൽകുന്നതിൽ നിന്ന് അവരുടെ കച്ചവടമോ അവരുടെ ക്രയവിക്രയങ്ങളോ അവരെ തടയുന്നില്ല, അവരെ തെറ്റിക്കുന്നില്ല. അവര് കൃത്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹൃദയവും കണ്ണും തെറ്റിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാണ് അവർ. യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് മസ്ജിദിന്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കേണ്ടവർ, മസ്ജിദിന്റെ കൈകാര്യങ്ങൾ നോക്കേണ്ടവർ. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര നല്ല മസ്ജിദുകളാണ്. ഒരു ദീനിന്റെ ഒരു ഇൽമി സദസ്സ് പോലും ഉണ്ടാവൂല, ദീനിന്റെ ഒരു ഇൽമ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവൂല. നല്ല കെട്ടിടമായിരിക്കും, നല്ല സൗകര്യങ്ങളായിരിക്കും, എന്നാൽ അവിടെ ദീനിന്റെ ഇൽമില്ലാത്ത. നമ്മൾ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഈദപ്പനയുടെ തടി കൊണ്ട് തൂണുകൾ ഉണ്ടാക്കി, മൺകട്ടകൾ സ്വഹാബാക്കൾ തന്നെ ഉണ്ടാക്കിയ മസ്ജിദ്. മേൽപ്പൂരയില്ല, മഴ പെയ്താൽ മഴ ഉള്ളിലേക്ക് വരും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും സുജൂദ് ചെയ്യുമ്പോൾ ഈ മണ്ണും എല്ലാം നെറ്റിയിലാകും. ചിലപ്പോൾ ആടും മറ്റും ഒക്കെ എല്ലാം മസ്ജിദിന്റെ ഉള്ളിലേക്ക് വരും. ഒരു അറാബി പോലും വന്നിട്ട് മസ്ജിദിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. കാരണം അത്രയും മസ്ജിദാണെന്ന് അറിയുന്ന അത്ര വലിയൊരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മസ്ജിദിൽ നിന്ന് ലോകത്തിൽ ലഭിച്ച ഇൽമ് എന്താണ്, പ്രകാശം എന്താണ്, എത്രത്തോളമാണ് ഇൽമ് ആ മസ്ജിദിൽ നിന്ന് പരന്നിട്ടുള്ളത്, എത്ര ആളുകളാണ് അവിടെ ഷഹാദത്ത് ചൊല്ലിയിട്ടുള്ളത്, എത്ര ആളുകൾക്കാണ് ഈമാനിന്റെ പ്രകാശം അവിടെ ലഭിച്ചത്. എന്താണ് മസ്ജിദുകൾ ഇന്നത്തെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു അപകടം പിടിച്ച ഒരു കാലം നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അന്ന് മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറപ്പെട്ടവർ വലിയ വലിയ ഉലമാക്കളായിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങിയവരുണ്ട്. ഓരോ മസ്ജിദും അങ്ങനെയായിരിക്കണം. ഇബാദത്തിന്റെ തഅലീമിന്റെ പഠനം നടക്കുന്ന, ഇബാദത്തുകൾ നിർവഹിക്കപ്പെടുന്ന മസ്ജിദുകളാണ് ഉണ്ടാവേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. അവരുടെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ആകാശഭൂമികൾക്കിടയിൽ, ആകാശത്തിന് കീഴിൽ ഏറ്റവും ഷർറ് നിറഞ്ഞവരായിരിക്കും. അഥവാ ഇതുപോലെയുള്ള വിശേഷണങ്ങളുള്ള ആളുകൾ, ഇസ്ലാമിന്റെ പേര് ഇല്ലാത്ത, അതുപോലെ തന്നെ ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാത്ത മസ്ജിദുകൾ കൈകാര്യം ചെയ്യുന്നതിൽ യാതൊരുവിധ ഈമാനും തഖ്വയും പരിഗണിക്കാത്ത ആളുകൾ, അവരുടെ ഉലമാക്കളുണ്ട്, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. പരിചയമായി ബന്ധപ്പെട്ട് ചെന്നാൽ അത് അങ്ങനെ ചെയ്തിട്ട് അവരൊരു മസല ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഷിർക്കിന്റെ കാര്യങ്ങൾ. അങ്ങനെ എത്ര അപകടമാണത്, എത്ര അപകടം. എന്നിട്ട് റസൂൽ പറയാണ്, മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്. അവരിൽ നിന്നാണ് ഫിത്ന പുറപ്പെടുക, അവരിലേക്ക് തന്നെയാണ് മടങ്ങുകയും ചെയ്യും. ഇന്ന് കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കണം. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂജഹൽ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് പറയുന്ന അബൂജഹൽ പോലും പറയാത്ത വാക്കുകളാണ് ഇന്നത്തെ ചില ആളുകൾ പറയുന്നത്. മരിച്ചുപോയ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അബൂജഹൽ പറഞ്ഞിട്ടില്ല അങ്ങനെ. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു മുശ്രിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരോട് ചോദിച്ചാൽ പറയും അല്ലാഹ്. അവര് പറയും അള്ളാഹു ആണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആകാശത്തെ മഴ പെയ്യിപ്പിക്കുന്നത്, ചെടി മുളപ്പിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ അവര് പറയും അള്ളാഹു ആണ് എന്ന്. അവര് ഷിർക്കിലേക്ക് കൂടുതലായിട്ട് എത്താറുണ്ടാവുക അവരുടെ സൗഖ്യത്തിലായിരിക്കും, അവരുടെ ഞെരുക്കത്തിൽ അവർ അള്ളാഹിനെ മാത്രം വിളിക്കുകയായിരുന്നു. നമ്മുടെ ആളുകൾ, ഇന്നത്തെ കാലത്തെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരെ അവർക്ക് ഞെരുക്കം ഉണ്ടായാലും വിളിക്കും, അവർക്ക് സൗഖ്യം ഉണ്ടായാലും വിളിക്കും, ഏത് സമയത്തും വിളിക്കുന്ന അവസ്ഥ. നഊദു ബില്ലാഹ്. എന്ത് അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്? അല്ലാഹു തആല മുൻഗാമികൾ അഹ്ലുൽ കിതാബിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതുപോലത്തെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, മസലുൽ ലദീന ഹമ്മിലുത് തൗറാത്ത് ثم لم يحملوها كمثل الحمار يحمل أسفارا. യഹൂദന്മാരെ പറ്റിയിട്ട് കഴുതകളെ പോലെ, വേദഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് അവർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു തആല ബൽആം ഇബ്നു ബഊറ എന്ന് പറയുന്ന ചില മുഫസ്സിരിങ്ങൾ ഈ പറയുന്ന ആയത്തിനെ അങ്ങനെ വിശദീകരിച്ചാണ്. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫതബഅഹു അശ്ശൈത്താനു ഫകാന മിനൽ ഗാബീൻ. ഒരു പണ്ഡിതനായിരുന്നു, അല്ലാഹുവിന്റെ വലിയായിരുന്നു. ആ വ്യക്തിയുടെ സമൂഹം വന്ന് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ, ചില പ്രേരണകൾ നൽകിയപ്പോൾ അള്ളാഹുവിന്റെ ദീന് നിരക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. നിങ്ങളുടെ ചരിത്രം പറയുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബഅ ഹവാ ഫമസലുഹു കമസലിൽ കൽബ്. അവൻ പട്ടിയെ പോലെയാണ്. അല്ലാഹു തആല ഉപമിച്ചു നോക്ക്. അല്ലാഹു തആല പറയാണ്, അവനെ നാം ഉയർത്തുമായിരുന്നു, പക്ഷേ ദുനിയാവിലേക്ക് തന്നെ അവൻ തിരിഞ്ഞുപോയി, ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളിലേക്ക് പോയി, ദുനിയാവിന്റെ മേലെ അവൻ വീണുപോയി, അള്ളാഹുവിന്റെ ദീനിന് തെറ്റി.
കമസലിൽ കൽബ്, പട്ടിയെ പോലെയാണ് അവൻ. ഒരു കൂട്ടരെ കഴുതാന്ന് പറഞ്ഞു, ഒരു കൂട്ടരെ പട്ടിയെ പോലെയാണെന്ന് പറഞ്ഞു. വേദഗ്രന്ഥം ലഭിച്ചിട്ട് അതിനെ നേരാവണ്ണം ഉപയോഗിക്കാത്ത ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ നാടുകളിൽ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭൂരിപക്ഷം ആളുകളും അവരുടെ പണ്ഡിതന്മാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം ക്ഷണിക്കേണ്ട ആളുകളെ അള്ളാഹു അല്ലാത്ത ജാറങ്ങളിലേക്കും അള്ളാഹു അല്ലാത്ത മറ്റേ വസ്തുക്കളെയും ജന്തുക്കളെയും അല്ലെങ്കിൽ വൃക്ഷങ്ങളെയും ഇബാദത്ത് ചെയ്യുന്നതിലേക്കാണ്. ഇവിടെ സഹോദരങ്ങളെ, ഈ ഹദീസുകളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രബോധകരായിട്ട് ദാഇമാരായിട്ട് എന്ത് വലിയ ത്യാഗം സഹിച്ചാണെങ്കിലും ഈ മാർഗത്തിൽ ഇൽമ് നേടി അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അതിന്റെ വക്താക്കളായിട്ട് നാം നിലകൊള്ളും എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ദുനിയാവിനെ കണ്ട് നമ്മൾ പേടിച്ചു പോകരുത്, അല്ലെങ്കിൽ അതിൽ വീണു പോകരുത്. കാരണം അത്രത്തോളമാണ് ഇന്ന് ഇൽമിന്റെയും യഥാർത്ഥ ഇൽമിന്റെയും ഉലമാക്കളുടെയും ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഹി വസാലിഹീഹിം മസാജിദ. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവർ അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിക്കരുത്. അഥവാ ഇബാദത്ത് ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന ഒരു സ്ഥലമായി സ്വീകരിക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാനിതാ നിങ്ങൾക്കത് വിരോധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായ ആയത്തുകളും ഹദീസുകളും അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആനിലുണ്ട്, ഹദീസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനസാറാക്കളെ ശപിക്കുകയാണ്. അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു. എന്നിട്ട് മുസ്ലിമീങ്ങളായ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഈ പണ്ഡിതന്മാർ, ആകാശത്തിന് കീഴെ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യങ്ങൾ ഒരുക്കുന്നത് വേറെ ഏതെങ്കിലും വലിയാണ്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് വേറൊരാളാണ്, ഫുള്ള് കാര്യങ്ങളെ നിയന്ത്രണം അള്ളാഹു തആല ഇന്നയാളോടാണ് അനുവാദം ചോദിക്കുന്നത്. ഒരു മുസ്ലിമിന്, ഒരു മുവഹിദിന് എങ്ങനെയാണ് ഇതെല്ലാം കേട്ടിട്ട് തന്റെ ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ മാത്രം മുഴുകി ഈ തൗഹീദിന്റെ പ്രബോധനത്തിലേക്ക് നമ്മുടെ ഇൽമു കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, നമ്മുടെ ആരോഗ്യം കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, നമ്മുടെ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതിനു വേണ്ടി പണിയെടുക്കാതിരിക്കാൻ സാധിക്കുക? അപ്പൊ ഇൽമു തേടുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം തൗഹീദിന്റെ ദാഇമാരായിട്ട് നാം ജീവിക്കും എന്നുള്ളതായിരിക്കണം. അപ്പോൾ ഇൽമ് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു കാലം വിദൂരമല്ല. ഈ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റും കാണാനുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഇൽമ് നേടണമെന്ന് കഴിഞ്ഞ ബാബിൽ വിശാലമായി പറഞ്ഞതുപോലെ തന്നെ ഈ യഥാർത്ഥ ഇൽമ് നഷ്ടപ്പെടുന്ന ഉലമാക്കളുടെ മരണം, അമല് നഷ്ടപ്പെടുക, ഇതുപോലെയുള്ള ജുഹാലുകൾ ഉണ്ടാവുക ഇന്ന് ഇസ്ലാം നേരിടുന്ന വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്ന, അതിനെതിരെ പ്രതിരോധിക്കുന്ന ആളുകളായിട്ട് യഥാർത്ഥ ഇൽമ് നേടാൻ നമുക്ക് ഹിർസ് ഉണ്ടായിരിക്കണം, അതിയായ താല്പര്യമുണ്ടായിരിക്കണം. അതിൽ ജിഹാദ് ചെയ്യണം, കഠിനമായി പരിശ്രമിക്കണം. ഒരിക്കലും അലസന്മാരായിട്ട് മാറാൻ നാം പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇൽമ് നേടാനും അത് ദഅവത്ത് ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് അത്തശ്ദീദ് ഫീ തലബിൽ ഇൽമി ലിൽ മിറാഇ വൽ ജിദാൽ, തർക്കിക്കാൻ വേണ്ടിയും ആളുകളെ കാണിക്കാൻ വേണ്ടിയും ഇൽമു നേടുന്നതുമായി ബന്ധപ്പെട്ട അവർക്കുള്ള താക്കീത്, അതിന്റെ ഗൗരവമെല്ലാം കാര്യങ്ങളാണ് അടുത്ത ബാബിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ആ ബാബ് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.